കിഡ്നി രോഗികൾ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം. നടുവിൻ്റെ കശേരികൾക്ക് നടക്കാൻ പാടില്ലാത്തവരുണ്ട്, അവരും നടുവ് കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ രോഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വീട്ടിലുള്ള രോഗികൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. ഞാനിതൊക്കെ പഠിച്ചത് ജനങ്ങളിലേക്ക് കർത്താവ് സാക്ഷ്യം നൽകുന്നത് കണ്ടിട്ടാണ്. എത്രയോ പേരാണെന്നറിയാവോ മക്കളില്ലാത്തവർക്ക് വേണ്ടി അവർ രാജ്യത്ത് പോലും ഇല്ല, അവരറിഞ്ഞിട്ട് കൂടിയില്ല, പക്ഷെ സ്വന്തം വയറ്റിൽ ഉടമ്പടി തൈലം പൂശിയും സ്വന്തം വയറിൽ സമർപ്പിച്ചുമൊക്കെ പ്രാർത്ഥിക്കുന്നവർ. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലാണ് നിങ്ങളുടെ ശരീരത്തിൽ വിശ്വാസം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാളും തരവും കാലവും സ്ഥലവും ഒന്നും ബാധകമല്ല. കാര്യം എന്താണ്? യേശു കാലാതീതനും സ്ഥലാതീതനുമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ തേയ്മാനമുള്ളവർ എല്ലാവരെയും സദയം തുടേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ശരീരത്തിൽ മുഴകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്യാൻസറിൻ്റെ മുഴയുണ്ട്, സിസ്റ്റുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മുഴകളുള്ളവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥന ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശരീരത്തിൽ മുഴകളുള്ളവരെ ഉച്ചി മുതലേ ഉള്ളംകാല് വരെ പേശികളിലെ കോശങ്ങളിലെ ഞരമ്പുകളിലെ മുഴകളുള്ളവരെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. രോഗങ്ങളെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ സദയം തുടേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ കർത്താവ് ഇപ്പം കാണിച്ചിരിക്കുന്ന ഒരു ബാലനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ, ഇവന് ഒരു 7 വയസ്സുണ്ടെന്ന് തോന്നണം. അങ്ങനെ കൊച്ചുമക്കളിലെ 7 വയസ്സ് 6 വയസ്സ് 5 വയസ്സ് 9 വയസ്സ് അവരുടെ കൂട്ടത്തിൽ ഓട്ടിസം ഉള്ളവരുണ്ടാകും, ഡൗൺ സിൻഡ്രോം ഉള്ളവരുണ്ടാകും, ചിലപ്പോൾ ഫിക്സ് ഉള്ളവരുണ്ടാകും. ഓട്ടിസവും ഡൗൺ സിൻഡ്രോം ഫിക്സും ഒക്കെ ഇവിടെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ യൂട്യൂബിലുണ്ട്. അപ്പം അമ്മ എല്ലായിടത്തും ഇടപെടുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്ത് വൈദ്യശാസ്ത്രം പറഞ്ഞാലും ഈ ദിവസങ്ങളിലൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും. നിങ്ങളത് വിശ്വസിക്കുന്നത്, ആനുപാതികയുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്, അത് പ്രയോഗവരക്കിരിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധന്മാരായിട്ട് ദൈവത്തിന് തോന്നുന്നു. അതോടുകൂടി ദൈവം നിങ്ങളോട് വിശ്വസ്തത കാണിക്കുകയാണ്. അല്ലെങ്കിലും കാണിക്കുമെന്നല്ല, സമയത്തിൻ്റെ പ്രശ്നമാണ് അവിടെ കൈകാര്യം ചെയ്യുന്ന ഉടമ്പടി. ഉടമ്പടിയുടെ പ്രശ്നം സമയമാണ് കൈകാര്യം ചെയ്യുന്നത്. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ ഞാൻ വിശ്വസ്തരായിരിക്കണമെന്ന് 2 തിമോത്തി 2:13 പറയും. പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടന്നാൽ പറ്റത്തില്ല. സമയം ബന്ധിതമാകണം. സമയത്തെ ചുരുക്കണത് എന്താണ്? നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളാണ്, പ്രാർത്ഥനയല്ല. അവൻ സമയമായില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയോട് പറയും, മേരി സമയമാകില്ലെങ്കിൽ അവൻ പറയണത് നടപ്പിൽ വരുത്തിയാൽ മതി, അവൻ പറയണ പോലെ ചെയ്താൽ മതി, ആകാത്ത സമയമാകും. ഇപ്പം സമയത്തിൻ്റെ
ചുരുക്കം തന്നെ എങ്ങനെയാണ്? പ്രവർത്തനങ്ങളിലാണ്. അമ്മയുടെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ഈ സമയച്ചുരുക്കത്തിൻ്റെ സുവിശേഷം ചിറക് വിരിക്കുന്നത്. കൈയിട്ടിച്ച് കർത്താൻ ഹല്ലേലൂയ 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 ആരാധന ആരാധന ഞങ്ങൾക്ക് ഉടമ്പടി പാപങ്ങളുടെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊരു ഉപായം പറഞ്ഞുതരാം. ഇതൊരു നമ്പരാണ്. ഇതൊരു മരിയൻ ധ്യാനകേന്ദ്രം, ആലപ്പുഴയിലുള്ള മരിയൻ ധ്യാനകേന്ദ്രമാണ്. ഇത് നമ്പർ ഇതാണ്. അപ്പോഴ് റീന പറയും, ഇപ്പം 10 മണിയായി, ഇപ്പം ആരെ വിളിക്കാനാണ്? അല്ല, ഇപ്പം രാത്രി എടുക്കുന്ന നമ്പറാണിത്, വിളിച്ചോളാൻ പറയും. ഉടനെ രാത്രി വിളിക്കുമ്പോൾ ഇവിടുത്തെ ഗേറ്റ് കീപ്പർ കിട്ടും, നമ്പർ കിട്ടും. നമ്പർ ഇടുക പറയും, ഇത് ആലപ്പുഴയുടെ, നിങ്ങളെ കൊല്ലമല്ലേ, രാവിലെ കലവർ വരാൻ പറയും, വന്നു കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറയും. ഉടനെ ചേട്ടായി ഈ ബീന പറയണത്, ഞാനും ഭർത്താവും കൂടി 5 മണി വരെ, ഭർത്താവിന് 5 മണിക്ക് പോകണമല്ലോ ആലപ്പുഴയ്ക്ക്, അതുകൊണ്ട് ഞാനും ഭർത്താവും കൂടി 5 മണി വരെ മുട്ടിൽ നിന്ന് കൊന്തയില്ലെന്ന്. ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ട, അതാണ് സാധനം. ഒരു വിഷയത്തെ എങ്ങനെയാണ് മനുഷ്യന്മാർ, അതായത് 5 മണിക്ക് പോകേണ്ടതല്ലേ, എന്നാൽ നേരത്തെ കിടന്നേക്കാമെന്നാണ് ആൾക്കാർ പറയണത്. 5 മണിക്ക് ആലപ്പുഴയ്ക്ക് പോകേണ്ടതല്ലേ, എന്നാൽ നേരത്തെ കിടന്നേക്കാമെന്നല്ലേ സാധാരണ ചെടുത്തിമാർ പറയത്തുള്ളൂ. ഇവിടെയാണ് ഈ ട്വിസ്റ്റിങ് വരണത്. ഇവർ പറയുന്നത് എന്താണ്? 5 മണിക്ക് പോകേണ്ടതല്ലേ, നമുക്ക് 5 മണി വരെ പ്രാർത്ഥിക്കാം. 5 മണി വരെ പ്രാർത്ഥിച്ച് അത് ഈ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു നിങ്ങൾ ഒരു ഓക്കെ ആണെന്ന് തോന്നിയാൽ ആ നിമിഷം മുതൽ ബ്ലെസ്സിങ് ആരംഭിക്കും. അവിടെയാണ് പ്രശ്നം. ആ ദിവസം വേറെ, അതായത് അത് പറയാൻ കാരണമേ, അത് നിങ്ങൾ അറിയണ നല്ലതായിരിക്കും. ഉടമ്പടി എടുത്ത് കണ്ണുപോയ ആൾക്കാരുടെ സാക്ഷിയുണ്ടായിരുന്നു ഈ ആഴ്ച. ഉടമ്പടി എടുത്ത് 2 കണ്ണും പോയി. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സാക്ഷി എന്താണ്? അത് ജെൻസി ബാബു എന്നും പറഞ്ഞ് ഒരു മാർത്താമ്മ ചേച്ചിയാണ്. മാർത്താമ്മ ചേച്ചി ഉടമ്പടി എടുത്ത് അത് ഈ ആഴ്ചത്തെ സാക്ഷിയാണ്. ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി അവർ ആത്മാർത്ഥമായിട്ട് ആ സാക്ഷ്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് അവർ പറഞ്ഞ ഇതാണ്, ഞാൻ ഉടമ്പടി എടുത്തു, നേരത്തെ ഇട്ട് കാശുരും കിട്ടി, അതൊക്കെ ഞാൻ കെട്ടി മലയിലിട്ട് അങ്ങനെ നടന്ന്, പിന്നെ എൻ്റെ മകളുടെ കല്യാണമായി പോയി, ഞാൻ പിന്നെ കല്യാണമൊക്കെ ആയിട്ട് മകളുമൊക്കെ മകനുമൊക്കെ ആയിട്ട് കുറേ ഷോപ്പിങ്ങൊക്കെ നടത്തി ഉടമ്പടി മറന്നു പോയെന്ന്. അത് അവരങ്ങനെ, ഞാനവരെ കളിയാക്കിയില്ല, അവരെങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞതാണ്. ഉടമ്പടി എടുത്ത് തിരിയൊക്കെ കൊണ്ടുപോയി പാകത്ത് വെച്ച്, എന്നിട്ട് ഉടനെ മകളുടെ കല്യാണമായി. മാതാവ് കല്യാണം നടത്തിയിട്ട് അതിന് നന്ദി പോലും പറഞ്ഞില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതായിട്ടാണ് അവർ കരുതിയത്. അതുകൊണ്ട് കല്യാണമൊക്കെ അടിച്ചുപിടിച്ച് നടത്തി സൂപ്പർ കല്യാണമാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മരുമകനും മകളും ഒക്കെ ആയിട്ട് ഈ മാളുകളിൽ കറങ്ങി നടക്കുകയായിരുന്നു കുറേ നാൾ. അങ്ങനെ പിന്നെ സാധാരണ ആസ് യൂഷ്വൽ ഇടയ്ക്കൊക്കെ ബൈബിളൊക്കെ വായിക്കും. ഒരു ദിവസം ഈ ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം വന്നപ്പോൾ ഇവർക്കൊരു മൈഗ്രെയിൻ വന്ന്, അതോട് 2 കാഴ്ചയും പോയി കണ്ണിൻ്റെ. അവരത് എടുത്തു പറയുന്നുണ്ട്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം എൻ്റെ കാഴ്ച പോയെന്ന്. പക്ഷേ അവരാ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന രീതികൾ ഭയങ്കര രസമാണ്. അവർ ഭയങ്കര ധൈര്യശാലിയാണ്. സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. സ്റ്റെപ്പായിട്ടാണ് ഈ കാഴ്ച പോണത്. ഒരെണ്ണത്തിൻ്റെ 60% കാഴ്ച പോയി, ഒരെണ്ണത്തിൻ്റെ 76% കാഴ്ച പോയി. അവസാനം ഭർത്താവ് ഇവരെ പിടിച്ച് നടത്താൻ തുടങ്ങി. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് ഭാര്യനെ പിടിച്ച് നടത്തുകയാണ്. അപ്പോഴും പറയണത് എനിക്ക് നല്ല ധൈര്യമായിരുന്നെന്ന്. അത് എന്ത് ധൈര്യമാണ്? തൻ്റെ ഇടമല്ല. അതായത് ഉടമ്പടി എടുക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നത്, ഇവർ സാധാരണ എന്തോ പ്രാർത്ഥനയ്ക്ക് പോയി ഓരോരോ സ്ഥലങ്ങളിൽ ചെയ്യണ പോലെ എന്തോ യാന്ത്രികമായിട്ട് ചെയ്ത പരിപാടിയാണ്. അതിൻ്റെ അകത്ത് കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നമായി പോയത്. അവസാനം ഇവർ ഇത് സുഖപ്പെടുമല്ലോ, അപ്പോൾ മരുന്ന് കഴിക്കും. പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ മൈഗ്രെയിൻ കൂടി വരും. പിന്നെ ഇവരെന്നാ ചെയ്യും? പിന്നെ അവസാനം ഇവർക്ക് മനസ്സിലാകും,
ഉടമ്പടി വന്ന് പുതുക്കുവരി. പുതുക്കുന്നതോടുകൂടി ഇവിടെ മരുന്നൊക്കെ പിടിക്കാൻ തുടങ്ങും. സ്റ്റീറോയിഡ്, കാര്യം ഈ കണ്ണിൻ്റെ അകത്തുള്ള രന്ധ്രങ്ങളിൽ അതുപോലെ തന്നെ ധമനികളിലും ഇങ്ങനെ ഫ്ലൂയിഡ് കളക്ട് ചെയ്യണതിലാണ് കണ്ണ് പോണത്, കാഴ്ച പോണത്. അവർ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് മെഡിക്കേഷൻ ഉണ്ട്, പൂർണ്ണമായിട്ട് കണ്ണ് തെളിയും. തെളിയുക തന്നെയല്ല, ഡോക്ടർ പറഞ്ഞു ഇതിന് ഇഞ്ചക്ഷൻ ഇടക്കിടക്ക് എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷനും ഇല്ല, മരുന്നുമില്ലാതെ കണ്ണ് തെളിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആന്തരികമായിട്ട് ഉടമ്പടി ചെയ്ത് ഉള്ള കണ്ണുകൂടി കളയരുതേ, അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഇതൊരു പക്ക പ്രെയറാണ്. ബൈബിളിലില്ലാത്ത ഒരു സാധനവും ഞങ്ങൾ ഉടമ്പടി വഴി കൈമാറ്റം ചെയ്തിട്ടില്ല. എല്ലാ നേർച്ച വസ്തുക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത്, ആരാണ്, റെനി പത്തനംതിട്ട. നേർച്ച വസ്തുക്കളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. റെനി പത്തനംതിട്ട സാക്ഷ്യം. അവരിവിടെ ഉടമ്പടി എടുത്ത്, അവർ പത്തനംതിട്ടക്കാരിയാണ്. പെട്ടെന്ന് അവർ അബുദാബിയിലാണ് താമസം, ഭർത്താവുമായിട്ട് അവിടെ താമസിക്കുക, കുടുംബമായിട്ട് അവിടെ താമസിക്കാൻ. അവർ അബുദാബിയിലേക്ക് പോയി. അബുദാബിയിലേക്ക് അവർ ഉടമ്പടി എടുത്തിട്ട് അവരെ ശരിക്കും ബാധിച്ചുകൊണ്ടിരുന്ന വിഷയം എന്താണെന്നറിയാമോ? മലത്തിലൂടെ ചോര പോണതാണ് അവിടുത്തെ വിഷയം. പക്ഷേ അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ ഉടമ്പടിയിൽ മലത്തിൽ നിന്ന് ചോര പോകുന്നു എന്നുള്ളത് സൂചിപ്പിച്ചേ ഉള്ളൂ. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നേഴ്സാണ്. അപ്പോൾ അവർക്ക് സയൻസായിട്ട് എന്തായിട്ട് അറിയാം ഈ മലത്തിൽ ഇവിടെ ചോര പോണ എന്താണ്. ചിലപ്പോൾ കുടലിൽ ആമാശയത്തിൽ എവിടെയെങ്കിലും കുരുക്കളോ സിസ്റ്റോ ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ വരും. അപ്പം അതുകൊണ്ട് അത് മരുന്നല്ലേ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ചിന്താധാരകൾ മനസ്സിലായി. മെറിറ്റിൻ്റെ പ്രോബ്ലം വരണത് അത് മെറിറ്റിലാണ് അവരെടുത്തത്. ആ സംഭവം മരുന്നല്ലേ ഉപയോഗിക്കേണ്ടത്. അപ്പം പിന്നെ അതിപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും പിന്നെ വന്നതല്ലേ പറഞ്ഞേക്കാൻ വിചാരിച്ചുകൊണ്ട് ചുമ്മാ വന്ന് പൊണ്ടിട്ടും പോയി. മലത്തിൽ ചോര പോകുന്ന കാര്യം. അപ്പം ഇങ്ങനെയാണ് അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ആ ഉടമ്പടി നേച്ചർ കണ്ട, ഉടമ്പടി നേച്ചറിൻ്റെ പോക്ക് കണ്ട. അതായത് പറയേണ്ട മെയിൻ കാരണമാണത്. പക്ഷെ അവർക്കത് പറയാൻ പറ്റണില്ല. എന്താ കാര്യം? അവർ സയൻറ്റിഫിക്കായിട്ട് നേഴ്സാണ്, അവർ സീനിയർ നേഴ്സാണ്. അപ്പം അതിന് സ്വാഭാവികമായിട്ട് നേഴ്സുമാരും ഡോക്ടർമാരും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്താ പറയണത്? അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. അത് ഓപ്പറേഷൻ കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് തമ്പുരാനോട് മണഗുണ പറഞ്ഞും പോകും. അവിടെയാണ് പണി മേടിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. അവിടെ പിടിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ കാലേ കെട്ടി വീണ് പറഞ്ഞേക്കണം, കർത്താവേ എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നിൻ്റെ കൃപയില്ലെങ്കിൽ ഈ വിഷയം മുഴുവൻ നിന്നെ ഏൽപ്പിക്കുന്നു. ബുദ്ധിപൂർവമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. അപ്പോഴെന്നാ പറ്റണത്? അപ്പോഴെന്നാ പറ്റും? നമ്മൾ എളിമപ്പെടും. നമുക്ക് മെറിറ്റിനുണ്ടാക്കുന്ന കുഴപ്പം അറിയാവോ? നിങ്ങളുടെ എളിമ കളയും. മനസ്സിലായില്ലേ? എളിമ എന്ന് പറഞ്ഞ സംഭവമല്ല, അവരാണല്ലോ ഇത് വർക്ക് ചെയ്യണത്. എളിമ എന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണമെന്നാണ്. നമ്മൾ എളിമ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഈ അടിമകളുടെ എന്തോ മാനസികാവസ്ഥ ഉള്ളത് കാരണം ഈ എളിമ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കുന്നത്. അങ്ങനെയല്ല, അത് എംപവർ ചെയ്യുന്ന മാനസികാവസ്ഥയാണ്. അത് സമർപ്പണമാണ് ബേസിക്കായിട്ട്. അതായത് അമ്മ ചെയ്തത് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞതുപോലെ അമ്മ ദൈവത്തിന് സമർപ്പിക്കണം. അപ്പം നിനക്ക് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ പോലും നീ സമർപ്പിക്കണം. എന്താ കാര്യം? അതെപ്പോഴും നിനക്ക് ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, സ്വാധീനമുണ്ട്, മുതൽ മുടക്കാൻ പണമുണ്ട്, റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ദൈവത്തിൻ്റെതാണെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നീ സമർപ്പിക്കണം. ഇപ്പം എന്താ സംഭവിച്ചു? ഇപ്പം ഈ മലത്തിൽ നിന്ന് ചോര പോകുന്നതിൻ്റെ കാരണമായിട്ടുള്ള ആമാശയത്തിൻ്റെയും അല്ലെങ്കിൽ കുടലുകളുടെയും ഡിസീസ്ഡ് ആയിട്ടുള്ള അവസ്ഥ
ഇവർക്ക് സയൻറ്റിഫിക്കായിട്ട് കൈകാര്യം ചെയ്ത് മെഡിക്കേറ്റഡ് അത് ചെയ്യാം എന്ന് അവർക്കൊരു ബോധമുള്ളത് കൊണ്ട് ദൈവത്തിരുസന്നിധിയിൽ അത് സമർപ്പിച്ചിട്ടില്ല. ഈ കൊടുത്ത പോയിന്റ്, ഇത് നിങ്ങൾക്ക് വരും ഈ അപകടം വരുത്താതിരിക്കാനാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയണത്. ഇവരതിനുശേഷം ഉടമ്പടി ചെയ്ത് അബുദാബിയിലേക്ക് പോയി. അബുദാബിയിലോട്ട് പോയിട്ട് പിറ്റേ ദിവസം ഇവർ കറിക്ക് അരിയാൻ വേണ്ടി ചോപ്പിംഗ് ആയിട്ട് ബോർഡില്ലേ, നമ്മൾ പച്ചക്കറി അരിയുന്ന സാധനമുണ്ടല്ലോ, അത് ആ ബോർഡ് എടുത്ത് കത്തിയൊക്കെ എടുത്ത് ഇവർ രാവിലെ എടുത്ത് ഈ സാധനം എടുത്തായിട്ട് ഒരു ഓർമ്മ ഉണ്ട്. അടുത്ത സെക്കൻഡിൽ കണ്ണ് തെറ്റി കത്തി താഴെ വീണ് തള്ളവിരലിൻ്റെ ഞരമ്പ് മുറിഞ്ഞുപോയി. ചോര ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളമെന്നെ ചീറ്റാൻ തുടങ്ങി. ഇവർക്ക് ബോധം പോയി. ഇവരെ പൊക്കി ആശുപത്രി കൊണ്ടുപോയി. പുള്ളി പറഞ്ഞ ഡോക്ടറെ തന്നെ ഞങ്ങൾ കൊണ്ട് കാണിച്ച് സർജൻ ഡോക്ടർ അപ്പോൾ പരിശോധിച്ചപ്പോഴത്തേക്ക് ഈ തൊണ്ടയ്ക്കത്തെ മുഴയാണ് പരിശോധിച്ചത്. അപ്പോൾ അത് നോക്കിയിട്ട് സർജൻ ഡോക്ടർക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഇത് തൊട്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഒരു മുഴയല്ല 2 മുഴയുണ്ടെന്ന് ആ സർജൻ ഡോക്ടർ പറഞ്ഞു. അപ്പം പുഷ്പകലയുടെ സർജൻ ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി നിങ്ങൾ ഇതിന് മുമ്പ് കാണിച്ച ENT-നെ ഫുള്ളായിട്ട് നിങ്ങൾ കാണിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും കൂടി നമ്മുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യലിസ്റ്റ് ENT-നെ കാണിക്കേണ്ടി വരും. അത് കാണിച്ചാലേ നമുക്ക് ഇതിൻ്റെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെവിയുടെ പ്രോബ്ലം ഒന്ന് ENT-നെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെവിയുടെ പ്രശ്നം ENT-യെ കാണിക്കാൻ ചെന്നു. അതും പ്രൊഫസറായിരുന്നു. പക്ഷേ ENT-നെ കാണിച്ചപ്പോഴത്തെ ഈ ENT പറഞ്ഞത് ചെവിയുടേത് നോക്കിയിട്ട് പറഞ്ഞു, അത് കേൾവിയുടേതല്ലേ, അത് ഞരമ്പിൻ്റെ പ്രശ്നമാണ്, അതിലൊന്നും ചെയ്യാനില്ല, തിരിച്ച് നിങ്ങൾക്ക് ആ പോയ കേൾവി കേൾക്കാത്തത് തിരിച്ച് കിട്ടൂല, അതുകൊണ്ട് അതിനായിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ക്ലീൻ ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ സർജൻ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ENT-നെ കണ്ടിട്ട് വീണ്ടും ഞങ്ങളുടെ അടുക്ക തന്നെ എൻ്റെ അടുക്ക വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് സർജൻ്റെ അടുക്ക് വീണ്ടും ചെന്നിട്ട് പറഞ്ഞു, ENT-യെ കാണിച്ചപ്പോൾ പറഞ്ഞു വേറെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. താഴെ ചെന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ അവിടെ ഇരുന്ന് ഞങ്ങളുടെ മുമ്പ് ഇരുന്നുകൊണ്ട് തന്നെ ഉടൻ തന്നെ ENT-നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഇതായിരുന്നില്ല, അവരെ എൻഡോസ്കോപ്പി ചെയ്യണമായിരുന്നു, അത് ചെയ്ത് നോക്കണമായിരുന്നു. കാരണം എനിക്കൊരു സംശയമുണ്ട്, ഇങ്ങനെ ക്യാൻസറിൻ്റെതാണോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് വിശദമായിട്ട് അത് തുടക്കം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ച് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേ. കാരണം അവർക്ക് ഇപ്പോൾ തൊണ്ടയിൽ മാത്രം പെടലിക്കാണുള്ളത് മുഴയുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് വിശദമായിട്ട് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കിക്കൂടി എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത്, വീണ്ടും രണ്ടാമത് നമ്മൾ ചെന്നപ്പോൾ നോക്കിയപ്പോഴാണ് അറിയണത് തുടക്കം മൂക്കിൻ്റെ അവിടെയാണ്, മൂക്കിൻ്റെ പുറകിലാണ് തുടക്കം. അത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമ്മുടെ ചെവിയിലേക്കുള്ള ഞരമ്പുകൾ അതിൻ്റെ മേലെ വന്ന് അമർത്തിയിട്ട് ചെവിയുടെ കേൾവി കുറഞ്ഞത്. അങ്ങനെ അവർ പറഞ്ഞു അവിടെ നിന്ന് സ്പ്രെഡ് ആയതാണ് തൊണ്ടയിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ആ 2 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട, നമുക്ക് ഈ 2 മാത്രം ഉള്ളത് കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ എന്തായാലും ഇത് FNSC എടുത്ത് നമുക്കൊന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്കിത് തുടർന്ന് ചികിത്സിക്കാൻ പറ്റുള്ളൂ, മരുന്ന് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് FNSC ഒരു 2-3 തവണ എടുത്തിട്ടും കുത്തിയെടുത്ത് പരിശോധിച്ചിട്ടും അതിനകത്തൊന്നും റിസൾട്ട് ക്ലിയർ ആവുന്നില്ല. ഇവർക്ക് സംശയമുണ്ട് ഇത്ര % എങ്കിലും എന്ന് പറഞ്ഞാലും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഒരു എൻഡോസ്കോപ്പി ബയോപ്സി ചെയ്ത് നമുക്ക് നോക്കാം. അങ്ങനെ മൂക്കിനകത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്തവർ ബയോപ്സിക്ക് വിട്ടപ്പം റിസൾട്ട് വന്നിരിക്കുന്നത് ക്യാൻസറാണെന്ന് തന്നെ തെളിഞ്ഞു. അങ്ങനെ അവിടുന്ന് അവർ തിരുവനന്തപുരം RCC-ലേക്ക് ഞങ്ങൾ എഴുതി തന്നു, അവിടെ തന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും അവർ ഈ തൊണ്ടയിലെയും മൂക്കിൻ്റെതും കണ്ടു. പക്ഷെ അവർക്ക് അതുകൊണ്ടും തൃപ്തിയായില്ല. അവർ പറയണത് ഇതിലും കൂടുതൽ വേറെ ഉണ്ടോ എന്ന് നോക്കണം, അതുകൊണ്ട് ഒരു പെറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെറ്റ് സ്കാൻ എടുത്തപ്പോൾ അറിയുന്നത് ലെങ്സിലും ഉണ്ട്, ലെങ്സിൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇത് കാണിക്കാൻ ട്രീറ്റ്മെൻറ്റ് ഇത് മൂന്നിടത്തുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു ആദ്യം പറഞ്ഞേ. മൂക്കിൻ്റെതും തൊണ്ടയുടെയും മാത്രം ഉള്ളെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ഇത് ഉറപ്പ് പറയാം, അത് ഞങ്ങൾക്ക് റെഡിയാക്കി തരാൻ പറ്റും. പക്ഷേ ലെങ്സിൻ്റെതും കൂടി തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് പറയാൻ പറ്റുള്ളൂ. ഇത് ഇപ്പം ഞങ്ങൾക്ക് തീർത്തൊന്നും പറയാൻ പറ്റത്തില്ല ലെങ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു, ലെങ്സിലുള്ളത് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുകളെല്ലാം അവിടെ നടത്തി. ഒരു 10 ഹീമോ വേണമെന്ന് പറഞ്ഞു, റേഡിയേഷൻ 30 എണ്ണം വേണം എന്ന് ഡോക്ടർ പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ ചെയ്തു. പക്ഷേ അപ്പോൾ എൻ്റെ അമ്മ ഞങ്ങൾ തിരുവല്ലയിലുള്ള അടുത്തു നിന്നുള്ള കുറച്ച് ചേച്ചിമാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ അമ്മ ഇവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനിടയ്ക്കാണ് ഹസ്ബൻഡിന് ഈ പ്രശ്നം അറിഞ്ഞത്. അപ്പോൾ അമ്മ ഇവിടെ വന്നു, എൻ്റെ അമ്മയുടെ പേര് ലില്ലുക്കുട്ടി എന്നാണ്. അമ്മ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പം ഹസ്ബൻഡിനും മാതാവിനോട് ഭയങ്കര വിശ്വാസമാണ്. അപ്പം ഇത് മാറ്റിത്തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ഒരു ദിവസം ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും
എല്ലാവരും ഒന്നിച്ചിവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ കൈപിടിച്ച് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറഞ്ഞു തൊണ്ടയ്ക്കും മൂക്കിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഈ മോനെ തയ്യാറാക്കണം എന്നുള്ള രീതിയിൽ മാതാവിനോട് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഡോക്ടർ പറഞ്ഞു അവിടെ ചെന്ന് കീമോയും റേഡിയേഷൻ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പെറ്റ് സ്കാൻ എടുത്തു. ഇതിനിടയ്ക്ക് വേറെ വയറ്റിലൊക്കെ സ്കാനിങ് ചെയ്ത് നോക്കി, വേറെ എവിടെയെങ്കിലും ഉണ്ടോ, ഇത് സ്പ്രെഡ് ഇനി ആയിട്ടുണ്ടോ, അത് ഉള്ളത് എങ്ങനെയാണ് മാറിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി സ്കാൻ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഈ ഫെബ്രുവരി ആദ്യം സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നു ഉണ്ടായിരുന്നത് മുഴുവൻ മാറിയിരിക്കുന്നു, പിന്നെ ഇനി പുതിയതായിട്ടൊന്നും വേറെ ഒരിടത്തും സ്പ്രെഡായിട്ടില്ല. അവർ പറഞ്ഞു അവർ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ അവർ കഷ്ടപ്പെട്ടതിലും കൂടുതൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അമ്മയ്ക്കും നല്ല വിശ്വാസമുണ്ട്. ഞങ്ങളിവിടെ വന്ന് നമ്മുടെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹഫലമായിട്ടാണ് ഈ സൗഖ്യം കിട്ടിയിരിക്കുന്നത്. കാരണം ഡോക്ടർ പറഞ്ഞിരുന്നു ഈ ലങ്സിലായതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം കീമോയും റേഡിയേഷനും ലങ്സിലായതുകൊണ്ട് നമുക്കൊന്നും ആ ഭാഗത്തേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ കൊടുക്കുന്ന മരുന്നിൽ കുറച്ച് മാത്രമൊക്കെ അവിടേക്ക് കിട്ടത്തുള്ളൂ, ബാക്കി രണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അത് ഞങ്ങൾക്ക് സൗഖ്യമായി കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഈ സൗഖ്യം കിട്ടിയപ്പം അമ്മ വീണ്ടും ഇവിടെ വന്ന് ഇപ്പോൾ 3 പ്രാവശ്യം അമ്മ പുതുക്കാൻ വന്നു. അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞിരുന്നു എനിക്ക് ഈ അസുഖം ആണെങ്കിലും ഞാൻ വീട്ടിലിരിക്കത്തില്ല, എനിക്കിത് കുറഞ്ഞില്ലെങ്കിലും എനിക്ക് തിരിച്ചു പോകണം, ഷാർജയിൽ ജോലിക്ക് എനിക്ക് പോകണം, ഞാൻ അസുഖക്കാരനാണെന്നും പറഞ്ഞ് എനിക്ക് വീട്ടിലിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്കങ്ങനെ രോഗിയാണെന്നും പറഞ്ഞ് എന്നെ ആരും കാണുന്നത് ഇഷ്ടമല്ല, എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് 35 വയസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് അസുഖം മാറിയില്ലെങ്കിലും ഞാൻ പോകുമെന്ന് മുന്നേ പറഞ്ഞു, അതല്ലെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യും അസുഖം മാറിയില്ലെങ്കിലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് നല്ലതിനാണെങ്കിൽ നീ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജോലിക്ക് അവിടെ വിടണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഡിസംബർ കൊണ്ട് നേരത്തെ ജോബ് വിസ തീർന്നിരുന്നു. എൻ്റെ അമ്മ കൂടുതലായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വിസ പുതിയത് അയച്ചു കൊടുത്തു. വിസിറ്റിംഗ് വിസ വന്നു. മാർച്ച് 10-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോവുകയാണ് ജോലിക്ക്. എല്ലാ അസുഖങ്ങളും ഇപ്പോൾ ഒന്നുമില്ല, അസുഖങ്ങളെല്ലാം മാറി. പിന്നെ ഇച്ചിരി ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ എല്ലാം കുറച്ച് ക്ഷീണമുണ്ട്, അത് മൊത്തം എൻ്റെ മാതാവ് തീർത്തും മാറ്റി തരുമെന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ മൂന്നാമത് എനിക്ക് കിട്ടിയ അനുഗ്രഹം, എൻ്റെ അമ്മ ഇവിടെ വന്ന് എൻ്റെ അനിയത്തിയുടെ വീട് പണി, അവരുടെ വീട് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞാണ് അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്, അത് എപ്പോൾ വേണേലും താഴെ വീഴാവുന്ന രീതിയിൽ അടർന്നിരിക്കുവാണ്. അപ്പം ഞങ്ങൾക്ക് ഓരോ ദിവസവും പേടിയായിരുന്നു, ഈ മഴയും ഈ കാറ്റും ഒക്കെ വരുമ്പോൾ ഇത് മൊത്തം ഇടിഞ്ഞ് താഴെ വീണാൽ അച്ഛനും അതായത് അവളുടെ അമ്മായിച്ചനും അമ്മായിയമ്മയും എല്ലാവരും താമസിക്കുന്നുണ്ട്. ഇവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ചെറുത്, ഇവളും താമസിക്കുന്നു. ഇത് എപ്പോഴെങ്കിലും ഇടിഞ്ഞ് വീഴുമോ, ഇവർ ഉറങ്ങുമ്പോഴോ വീണ് കഴിഞ്ഞാൽ ഇവർക്ക് അപകടം പറ്റുമല്ലോ. അപ്പോൾ എന്നും ഞങ്ങൾക്കൊരു പേടി സ്വപ്നമായിരുന്നു. അപ്പോൾ എത്രയും അവൾക്ക് വേറൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആ സ്ഥലത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ ബുദ്ധിമുട്ടി നടന്നെങ്കിലും എല്ലാം റെഡിയാക്കി കൊടുത്ത് അവിടെ സ്ഥലം മേടിച്ചതെടുത്ത് ഇവർ പെര വെച്ച് ഇപ്പോൾ വാർക്ക വരെ കഴിഞ്ഞിട്ടുണ്ട്. എത്രയും അതും പെട്ടെന്ന് തന്നെ തീർത്തു തരണമെന്ന് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, അവർക്ക് അങ്ങോട്ടേക്ക് മാറാൻ. ഈ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ 3 അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ദൈവത്തിനും 1000 നന്ദികൾ അർപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് കാണിച്ച ഡോക്ടർ പറഞ്ഞിരുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഈ മൂക്കിനും തൊണ്ടയ്ക്കും ഓൾറെഡി ഇത് 1 വർഷമായി തുടങ്ങിയിട്ട്, പക്ഷെ അറിഞ്ഞത് നമ്മൾ ജൂണിലായതുകൊണ്ട് തന്നെ ഈ 1 വർഷം കഴിഞ്ഞറിഞ്ഞതുകൊണ്ട് ഒരു 2nd സ്റ്റേജിൽ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം ലെങ്സിൻ്റെ ഭാഗമായപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് 4th സ്റ്റേജാണ്, അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ഇതിന് പറയാൻ പറ്റത്തില്ല ലെങ്സിലായതുകൊണ്ട്. അപ്പോൾ 4th സ്റ്റേജ് ആയിരുന്നിടത്തു നിന്നാണ് മാതാവ് നമുക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ അസുഖം മാറ്റി ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദികൾ അർപ്പിക്കുന്നു ഞങ്ങൾ. എൻ്റെ പേര് ടീന തോമസ്. ഞാൻ കോട്ടയം ജില്ലയിലെ മോനിപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ നവംബർ 6-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഞാൻ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ 2022 പാസ് ഔട്ടായത്. ഞാൻ 2022 ജനുവരിയിൽ ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിരുന്നു. ജൂലൈ മാസത്തിൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. ജൂലൈ അവസാനം ആ കമ്പനിയിൽ നിന്ന് ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. അന്ന് അവർ പറഞ്ഞത് സെപ്റ്റംബർ നവംബർ മാസത്തിനുള്ളിൽ ഞങ്ങളെ ജോയിനിങ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ
എന്നാൽ സെപ്റ്റംബർ മാസത്തിലെ ആദ്യ സമയത്ത് അവരുടെ ഭാഗത്തു നിന്നൊരു മെസ്സേജ് വന്നു. അവർ ജോയിനിങ് ജനുവരി അവസാനത്തേക്ക് മാറ്റി വെക്കുവാണെന്നും വേറെ കമ്പനിയിൽ ജോലി കിട്ടിയവർക്ക് അങ്ങോട്ട് പോകാമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് തൊട്ട് ഞാൻ നൗകരിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റിപ്ലൈ മെയിലൊന്നും വരുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ നവംബർ 6-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് റിപ്ലൈ മെയിലുകൾ വന്നു തുടങ്ങി. ഞാൻ 2-3 സ്ക്രീനിങ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. അതായത് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള എക്സാമുകളൊക്കെ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കമ്പനിയിൽ നിന്ന് കോൾ വന്നിരുന്നു. ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായി, അതിൻ്റെ ഇൻ്റർവ്യൂ അടുത്ത ദിവസം നടത്തണം. അത് 3 മണിക്കൂറാണ്. 1.5 മണിക്കൂർ വെച്ച് 2 ടെക്നിക്കൽ റൗണ്ട്. ഞാനാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പറ്റുന്ന പോലെ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശ് രൂപവും കഴുത്തിലിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് വളരെ ബുദ്ധിമുട്ടുള്ള, ഭയങ്കര പാടായിരുന്നു എനിക്ക്. ഞാൻ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് കിട്ടാൻ പോകുന്നില്ല. മാതാവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, കൃപ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് കിട്ടും. 2ാമത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഒരു സബ്ജക്റ്റ്, എൻ്റെ സെമസ്റ്ററിൽ പഠിപ്പിച്ച ഒരു സബ്ജക്റ്റ് ചോദിച്ചിരുന്നു. ഞാൻ അത് ഒട്ടും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അതുപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂ അവർ മുമ്പോട്ട് പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിറ്റേ ദിവസം തന്നെ എനിക്ക് അവരുടെ സൈഡിൽ നിന്ന് കോൾ വന്നു.